രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഐക്യരാഷ്ട്രസഭ UN അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ്. ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലെ 17 ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമിടുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ്. 1945 51 അംഗങ്ങളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പൊതുസമ്മേളനം നടന്നത് 1946 ലണ്ടനിൽ വെച്ചാണ്. ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. നീല നിറമുള്ള പതാകയും 2 ഒലിവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടവുമാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയിലുള്ളത്. 6 ഘടകങ്ങളായി തിരിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകാൻ താൽപ്പര്യപ്പെടുന്നവർ UN ഭരണഘടന അംഗീകരിക്കുന്ന ലോക സമാധാനം എന്ന ആശയം മുറുകെ പിടിച്ചവരായിരിക്കണം. ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട യുനെസ്കോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻസ് രൂപം കൊണ്ടത് 1945 ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലാണ്. ലോകബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ IBRD ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബാങ്കിംഗ് സ്ഥാപനമാണ്. ILO അല്ലെങ്കിൽ ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്ന ഏജൻസി അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായ ഈ ഏജൻസിയും ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വരുന്നതാണ്. കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഭക്ഷ്യ കാർഷിക സംഘടന അല്ലെങ്കിൽ FAO, ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO, ലോക കാലാവസ്ഥാ സംഘടന അല്ലെങ്കിൽ WMO, ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ അല്ലെങ്കിൽ UNHCR, അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ അല്ലെങ്കിൽ ITU, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ UNHRC, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ നിധി അല്ലെങ്കിൽ UNICEF, അന്താരാഷ്ട്ര അണുശക്തി ഏജൻസി അല്ലെങ്കിൽ IAEA, ഐക്യരാഷ്ട്ര വികസന പരിപാടി അല്ലെങ്കിൽ UNDP എന്നിവയും ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇതുപോലെ നിരവധി ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ സ്ഥിര സാന്നിധ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.